+2 ഓണപരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു NCERT ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഈ റിയാക്ഷന്റെ റേറ്റ് നിങ്ങൾ എഴുതണം, റിയാക്ടന്റിന്റെ ടേമിലും പ്രൊഡക്റ്റിന്റെ ടേമിലും. സോ നമുക്ക് ആദ്യം ആവറേജ് റേറ്റ് എഴുതാം. R average is equal to, ആദ്യത്തെ റിയാക്ടന്റ് ആരാണ്? റിയാക്ടന്റ് ഇസ് ഹൈഡ്രജൻ അയഡൈഡ്. ഒറ്റ റിയാക്ടന്റേ ഉള്ളൂ. സോ ഹൈഡ്രജൻ അയഡൈഡിന്റെ ടേമിൽ നമ്മൾ റേറ്റ് എഴുതാൻ പോവാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. ചേഞ്ചിനെ കാണിക്കാൻ ഡെൽറ്റ എഴുതുക, കോൺസെൻട്രേഷനെ കാണിക്കാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ആൻഡ് ദ റിയാക്ടന്റ് ഇസ് ഹൈഡ്രജൻ അയഡൈഡ്. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റിയാക്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ റേറ്റ് എക്സ്പ്രഷനിൽ നിങ്ങൾ നെഗറ്റീവ് സൈൻ കൊടുക്കുക. മാത്രമല്ല മക്കളെ, ആരാണ് അവിടുത്തെ കോഎഫിഷ്യന്റ് എന്ന് നോക്കുക. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഇസ് 2. കോഎഫിഷ്യന്റ് 2 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം, വിച്ച് ഇസ് 1/2. എന്നിട്ട് ആ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യത്തെ റേറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ്. അടുത്തത് പ്രൊഡക്റ്റിന്റെ ടേമിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആരൊക്കെയാണ് പ്രൊഡക്റ്റ്? ആദ്യത്തെ പ്രൊഡക്റ്റ് ഹൈഡ്രജൻ H2 ആണ്. സോ H2ന്റെ ടേമിൽ എഴുതാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇത് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ വേണ്ട, പോസിറ്റീവ് ആണ്. അത് മാത്രമല്ല ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ റെസിപ്രോക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. സോ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ, അടുത്ത റിയാക്ടന്റ് അടുത്ത പ്രൊഡക്റ്റ് അയോഡിൻ അല്ലെ, I2 ആണ് അടുത്ത പ്രൊഡക്റ്റ്. സോ I2ന്റെ ടേംസിൽ എഴുതാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് I2 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ 3 ഇക്വേഷനുകൾ നമുക്ക് കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാം.